ഹലോ മച്ചന്മാരെ, എസ് ടി ന്യൂസിലേക്ക് സ്വാഗതം. കുറച്ച് നേരം നമുക്ക് മമ്മൂട്ടി സിനിമയായ ടർബോ ഒന്ന് ഡീഗ്രേഡ് ചെയ്യാം. ചില പണ്ഡിതന്മാരായ വമ്പൻ യൂട്യൂബേഴ്സ് ഉണ്ട്. അവരാണ് സിനിമയുടെ ഗതി നിർണ്ണയിക്കുന്നത്. അവരാണ് തീരുമാനിക്കുന്നത് സിനിമ നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത്. നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരും അല്ലെങ്കിൽ സാധാരണ സിനിമ കാണാൻ പോകുന്നവർക്കും ഒന്നും സിനിമയെക്കുറിച്ച് അറിയില്ല. നമ്മൾ സ്റ്റഡി ചെയ്തിട്ടില്ലല്ലോ, അതാണ് ഫസ്റ്റ് കാര്യം. അപ്പോൾ ഇവർ മാത്രമാണ് സിനിമാ തിയേറ്ററിൽ പോകുന്നത് കൊണ്ട് അവരാണ് സിനിമയെ വിജയിപ്പിക്കുന്നതും പരാജയപ്പെടുത്തുന്നതും. നമുക്ക് ആദ്യം ഡീഗ്രേഡ് ചെയ്യാനുള്ള പ്ലാനിലേക്ക് കടന്നു വരാം. ആദ്യം ചെയ്യേണ്ടത് മമ്മൂട്ടിയുടെ വയസ്സ് പറഞ്ഞ് അദ്ദേഹത്തെ ബോഡി ഷെയ്മിങ് അല്ലെങ്കിൽ ഏജ് ഷെയ്മിങ് ചെയ്യുന്നു എന്നുള്ളതാണ്. ശരിയായിരിക്കാം അവരുടെ കാഴ്ചപ്പാടിൽ. നമ്മൾ കാണുന്നത് അങ്ങനെയല്ല. നമ്മളുടെ വീട്ടിൽ അതേ പ്രായമുള്ള നമ്മുടെ അച്ഛനോ അമ്മയോ ഒക്കെ എങ്ങനെയുണ്ട് എന്നുള്ളതാണ്. മമ്മൂട്ടി എന്ന നടനെക്കുറിച്ച് നമ്മൾ കാണുന്നത് റെസ്പെക്റ്റോടെ നമ്മളെപ്പോലുള്ള സാധാരണ യൂട്യൂബേഴ്സും സാധാരണ ജനങ്ങളും ചിന്തിക്കുന്നത് അങ്ങനെയാണ്. 73-ാം വയസ്സിൽ അദ്ദേഹം ഇങ്ങനെ ചെയ്യുമ്പോൾ, കൈയും കാലുമൊക്കെ ആ റേഞ്ചിലൊന്ന് അനങ്ങുമ്പോൾ അത് വലിയ സംഭവം തന്നെയാണ്. പിന്നെ ഒരിക്കലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല മമ്മൂട്ടിയിൽ നിന്ന് ഇത്രത്തോളം ഗംഭീരമായ സാധനങ്ങൾ വരുമോ. അപ്പം അതാണ് നമുക്ക് ആദ്യം ചെയ്യേണ്ടത്. അടിവരയിടാം. 73 വയസ്സ് പറഞ്ഞ് അദ്ദേഹത്തിനെ നമുക്ക് ഏജ് ഷെയ്മിങ് ചെയ്യുന്നു എന്നുള്ള കാര്യം. അപ്പം അത് ആളുകളൊന്ന് ചിന്തിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതാണോ പടം, ഇതിലെവിടെ അഭിനയം, ഇതാണോ എന്തോ കാര്യങ്ങളൊക്കെ കാട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നു എന്ന് പറയും. അതായത് കഴിഞ്ഞ 10-15 സിനിമ ഗംഭീരമായിട്ട് അഭിനയ പ്രാധാന്യമുള്ള സിനിമകളാക്കി കൊണ്ടുവന്ന മമ്മൂട്ടിയെക്കുറിച്ചാണ് അദ്ദേഹം ഈ പറഞ്ഞ പലരും പറയുന്നത്. ആ പറച്ചിലിൽ തന്നെ നമുക്കറിയാം എത്രത്തോളം വേദന അവരുടെ നെഞ്ചിലുണ്ട് എന്നുള്ളത്. ഇനിയും സാധാരണ ഡീഗ്രേഡേഴ്സ് ഉണ്ട്, ലോക്കൽ ഡീഗ്രേഡേഴ്സ്. അതുങ്ങളൊന്നും അത്ര വലിയ കാര്യമായിട്ട് വരുന്നില്ല. പക്ഷേ പണ്ഡിതന്മാരുടെ ഡീഗ്രേഡിംഗ് ആണ് ഇപ്പോൾ നമുക്ക് കാണാം. മറ്റേത് ഫാൻ ബേസ് ആണ്. അതിപ്പോൾ മമ്മൂട്ടിയുടെ ആണെങ്കിലും മോഹൻലാലിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അത് നമുക്ക് കാണാം അല്ലെങ്കിൽ അറിയാവുന്ന കാര്യമാണ്. സാധാരണ ജനങ്ങൾ അങ്ങനെയാണ്, അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ അങ്ങനെ തന്നെയാണ്. പിന്നെ ഇതുപോലെ തന്നെ ജയിലറിൽ മോഹൻലാലിൻ്റെ 2 സീൻ വന്നു കഴിഞ്ഞപ്പോൾ അതിഗംഭീരമെന്ന് പറഞ്ഞ ചില പണ്ഡിതന്മാർ, നമുക്കും സാധാരണക്കാർക്കൊക്കെ ഗംഭീരമായിട്ട് തന്നെയാണ് തോന്നിയത്. ഈ ഒരു സിനിമയിൽ മമ്മൂട്ടിയുടെ പ്രകടനം കാണും ഞങ്ങൾക്കും അല്ലെങ്കിൽ സാധാരണക്കാർക്കും ഒക്കെ തോന്നിയത് അതിഗംഭീരമെന്നാണ്. അവർക്ക് മാത്രം അതിലൊരു സുഖം തോന്നുന്നില്ല. അപ്പോൾ അതും പറഞ്ഞ് നമുക്ക് ഡീഗ്രേഡ് ചെയ്യാം. അങ്ങനെ ഡീഗ്രേഡ് ചെയ്യാൻ പല പല കാര്യങ്ങൾ. ഇനി കളക്ഷൻ്റെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ ഷോ കൗണ്ടുകളും കാര്യങ്ങളും ഒക്യുപ്പൻസി നമുക്കെല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ പ്രമുഖ ട്രാക്കേഴ്സ് എല്ലാം പറഞ്ഞു 5.5 കോടിക്ക് മുകളിലാണ് ട്രാക്കിങ്ങിലൂടെ തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ പറയുന്ന ചിലർ അതിൻ്റെ താഴെ വരൂ എന്നുള്ള, വേൾഡ് വൈഡായിട്ട് 70 രാജ്യങ്ങളിൽ ഇറക്കിയ സിനിമയ്ക്ക് ബാക്കിയുള്ള സിനിമകളെക്കാളും താഴെ വരാൻ പാടുള്ളൂ. അതും പണ്ഡിതന്മാർ പറയുന്നു. സാധാരണക്കാർക്കും അല്ലെങ്കിൽ സാധാരണ യൂട്യൂബേഴ്സോ സാധാരണ സിനിമ കാണാൻ പോകുന്നവർക്കും അതിനുള്ള യോഗ്യതയില്ല എന്നാണ് അവർ കാണിക്കുന്നത്. അപ്പം അങ്ങനെ ഡീഗ്രേഡ് ചെയ്യാൻ ഇതൊക്കെ ചെറിയ ചെറിയ മാർഗ്ഗങ്ങൾ. ഇനിയുള്ളത് സിനിമ ആദ്യ ദിവസം കഴിഞ്ഞ് ആളില്ല എന്ന് പറഞ്ഞ് നമുക്ക് അങ്ങ് പരത്താം. അപ്പം നമുക്ക് ചെയ്യാൻ കഴിയുന്നതും അത് തന്നെയാണ്. അതൊക്കെയാണ് ഡീഗ്രേഡിങ് നമുക്കുള്ള മാർഗ്ഗങ്ങൾ. ഇനി ലാസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ടിക്കറ്റ് കിട്ടാത്തതും അങ്ങനെ ഒരു രക്ഷയുമല്ലാതെ ഗംഭീര കളക്ഷനായി പോയി ജനങ്ങളെല്ലാം സാധാരണക്കാർ മുഴുവൻ സിനിമയിൽ അത്ര ഗംഭീരമെന്ന് പറയുന്നു. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമല്ല, മമ്മൂട്ടിയുടെ പെർഫോമൻസും പ്രത്യേകിച്ച് ഒരു തട്ടുപൊളിപ്പൻ സിനിമ കാണണമെന്ന് കൊതിക്കുന്ന എല്ലാവർക്കും ആ റേഞ്ചിൽ ഒരു ഓളമായിട്ട് കാണാൻ കഴിയുന്ന സിനിമ. ഇവിടെ വിജയുടെ സിനിമയും അതേപോലെ തന്നെ രജനീകാന്തിൻ്റെ സിനിമയൊക്കെ കാണുമ്പോൾ, ഷാരൂഖ് ഖാൻ്റെ സിനിമ പോലും കത്തി പോലെയുള്ള ആ സിനിമ കാണുമ്പോൾ ഇവിടെ കൈയടിച്ച് വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും വണ്ടി പിടിച്ചു വന്ന് കണ്ടിരുന്നവർ ഇപ്പോൾ പറയുന്നു ഇതൊക്കെയാണോ സിനിമ, ഇങ്ങനെയാണോ മാസ്. പക്ഷേ നമുക്ക് ഇതൊക്കെ പറഞ്ഞ് നിർത്തിയിട്ട് ലാസ്റ്റ് ഒരു കാര്യം ചെയ്യാം. രാത്രി എക്സ്ട്രാ ഷോസ് ഉണ്ട്. ആ എക്സ്ട്രാ ഷോസിന് നമുക്ക് ആരും കാണാതെ പോയി സിനിമയും കാണാം. ഇത് തന്നെയാണ് പണ്ഡിതന്മാർ മുഴുവനും കാണിക്കുന്നത്. അപ്പോൾ സാധാരണക്കാർക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. ആദ്യ ദിവസത്തെ കളക്ഷൻ കാണുമ്പോൾ നമുക്കറിയാം ഫൈനലായിട്ടുള്ള കളക്ഷൻ വരാനിരിക്കുന്നു. ആ 2-ാം ദിവസവും മികച്ച റെക്കോർഡിലേക്ക് പോകുന്നു. എന്തായാലും അതിഗംഭീരമായി സാധാരണക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയായി മാറുന്നു. പണ്ട് സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞ പോലെ പൃഥ്വിരാജ് കാണാൻ സൗന്ദര്യമുള്ള 10% മലയാളികളുടെ സൂപ്പർ താരവും ബാക്കി 90% എന്നെ പോലെയുള്ള ഒരാളാണ് വേണ്ടത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ സൂപ്പർ സ്റ്റാർ ഞാനാണെന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള പണ്ഡിതന്മാരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ എന്തായാലും ഇവിടെ ഒരു മമ്മൂട്ടി ഒരു മോഹൻലാൽ, ഇവർ 2 പേരേ ഉള്ളൂ. ഇവർ ചെയ്ത വേഷങ്ങളൊന്നും ചെയ്യാൻ ഇവിടെ ഒരുത്തനുമില്ല എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് ഒരാൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇന്നും ഈ ഒരു പ്രായത്തിൽ മമ്മൂട്ടിയോ മോഹൻലാലോ ചെയ്യുമ്പോൾ ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നു. ഇത്ര ഗംഭീരമായിട്ട് ഒരു സിനിമ അല്ലെങ്കിൽ ഒരു മാസ് എലിമെൻ്റായിട്ടുള്ള ഒരു സാധനം വരണമെങ്കിൽ ഇന്ന് മലയാളികൾക്ക് ഇവർ തന്നെയുള്ളൂ. അത് വെടിപ്പിന് അവർ ചെയ്യുന്നുമുണ്ട്. ഈ സിനിമ ഇത്രത്തോളം ഹിറ്റാവാനുള്ള കാരണം അത് തന്നെയാണ്. കാരണം മമ്മൂട്ടിയുടെ പ്രായം തന്നെയാണ് നമ്മൾ കാണുന്നത്. വേറെ ഒന്നുമല്ല, ഈ ഒരു ഏജിൽ ഇത്ര എനർജറ്റിക്കായിട്ട്, ടർബോ എന്ന പേര് സിനിമയ്ക്കല്ല മമ്മൂട്ടിക്കാണ് വേണ്ടത്. കാരണം അത്ര എനർജറ്റിക്കായിട്ടാണ് ഈ സിനിമ അദ്ദേഹം ചെയ്യുന്നത്. അതിഗംഭീരം എന്ന് തന്നെ പറയാം. ഇത് നമുക്ക് മലയാളത്തിൽ വേറൊരു സിനിമ നടനെ പോലും നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. 2 പേരേ ഉള്ളൂ, മമ്മൂട്ടിയും മോഹൻലാൽ. അല്ലാതെ വേറൊരാളെ പോലും നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ആ റേഞ്ചിൽ നിൽക്കുന്ന സിനിമയാണ്. പണ്ഡിതന്മാരോട് പോയി പണി നോക്കാൻ പറയൂ. നമ്മൾ സാധാരണക്കാരുടെയാണ് സിനിമ. നമ്മൾ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്നു, നല്ല കിടുക്കനായിട്ട് പോകുന്നു. പണ്ഡിതന്മാർ കുറച്ച് പേർ റീച്ച് കിട്ടാൻ വേണ്ടി കാണിക്കുന്നു. ആ പണ്ഡിതന്മാരെ നമ്മൾ വകവെക്കുന്നില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സിനിമയെക്കുറിച്ച് തോന്നിയത്? നിങ്ങൾ സാധാരണക്കാരാണെങ്കിൽ കമൻസ് ഇടാം, പണ്ഡിതന്മാരാണെങ്കിൽ
അവിടെ എങ്ങനെ പോയിട്ടോ അല്ലെങ്കിൽ ഇവിടെ ഇടുന്നതിന് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല. അപ്പോൾ സാധാരണക്കാരായ സിനിമ പ്രേക്ഷകരാണെങ്കിൽ കമൻസ് ഇടാം. നിങ്ങൾക്ക് എന്ത് തോന്നി ഈ സിനിമ കണ്ടപ്പോൾ? ചിലർക്ക് ഇഷ്ടപ്പെടാം, ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരാം. അതൊക്കെ നിങ്ങൾക്ക് ഇടാം. അത് നമ്മൾ സാധാരണക്കാരുടെ അവകാശമാണ്. പണ്ഡിതന്മാരുടെ അടുത്ത് നമുക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ബ്രോസ്.